ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് സത്യയും പപ്പയും കൂടെ വിഷ്ണുവിനെ വിളിക്കാണ്. എന്നാ ഫോണില് റേഞ്ച് ഇല്ലാത്തത് കാരണം കോള് പോകുന്നില്ല. അങ്ങനെ അവര് പുറത്തു പോയി വിളിക്കാന്ന് പറഞ്ഞു പുറത്തേക്ക് പോവാ. ഈ സമയം ഹർഷൻ അവിടെ ഫോണിൽ ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന കുട്ടികൾ പരസ്പരം ഞെട്ടിലോടെ ഇങ്ങനെ നോക്കും. പപ്പിക്ക് മനസ്സിലായിട്ടില്ല സത്യ ആ ഫോട്ടോ ഇങ്ങനെ കണ്ടതൊക്കെ ആലോചിക്കാണ്. ഇത് കാണുന്ന പപ്പിക്കും എന്താ സത്യേ? സത്യ പറയും, ദാ ഈ നിൽക്കുന്നതാ കാർത്തികേന്റെ കല്യാണം കഴിക്കാനിരുന്ന അങ്കിള്. പപ്പിക്കും ഉറപ്പായിട്ടും സത്യ പറയും, ആ അമ്മയുടെ ഫോണിൽ ഇപ്പോഴും ഈ ഫോട്ടോ ഉണ്ട്. എവിടെയെങ്കിലും വെച്ച് കണ്ടാലേ കാർത്തികേന്റിയെ കുറിച്ച് പറയാൻ അമ്മയുടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാ. പപ്പി പറയും, ആ എന്നാ നമുക്ക് ചെന്ന് ഇന്ന് കാർത്തികേന്റിയുടെ കല്യാണമാണെന്ന് പറഞ്ഞാലോ? സത്യ പറയും, അത് പറയാം, ഫോൺ ചെയ്ത് കഴിയട്ടെ. എന്നിട്ട് ഹർഷന്റെ അടുത്തേക്ക് ചെല്ലും. ഹർഷനാണെങ്കിൽ ഫോണില് ആ വിളിക്കുന്ന ആളോട് ദേഷ്യപ്പെടുകയാണ്. ദേ ഇനി എന്നെ വിളിക്കരുത്, എന്റെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യരുത്. ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ പപ്പി പറയും, നല്ല ദേഷ്യത്തിലാണല്ലോ, ഇപ്പോഴെങ്ങനെ ആ വിവരം ചെന്ന് പറയാ? സത്യ പറയും, വരട്ടെ, ദേഷ്യം കുറയോ നോക്കാം. പപ്പി പറയും, കുറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? സത്യ പറയും, കുറഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് രണ്ടും കൽപ്പിച്ചങ്ങ് പറയാം. പപ്പിയുടെ വിഷ്ണുവിന് വേണ്ടിയല്ലേ, വഴക്കിടാണെങ്കിൽ വഴക്കിടട്ടെ എന്ന് പറഞ്ഞു നോക്കുമ്പോഴേക്കും ഹർഷൻ ഫോൺ വിളിച്ചുകൊണ്ട് കാറിന്റെ ഡോർ തുറക്കണേ. ഇത് കാണുമ്പോ സത്യ പറയും, ദേ പപ്പി ആ അങ്കിള് പോകുന്നു. പപ്പി പറയും, അയ്യോ അപ്പൊ നമ്മൾ എങ്ങനെയാ കാർത്തികേന്റിയുടെ കാര്യം പറയാ? സത്യ പറയും, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പാ, ഇനിയൊന്നും നോക്കണ്ട, നമ്മള് രണ്ടുപേരും ഈ കാറിന്റെ ഡിക്കിയിൽ കയറുന്നു. അങ്കിളിന്റെ ദേഷ്യം കുറയുമ്പോ നമുക്ക് കാര്യം പറയാം. പപ്പിക്കും ഡിക്കിയിലോ? സത്യാരം, അതെ, ഇനി ആലോചിച്ച് നിൽക്കാൻ സമയമല്ല പപ്പി, ആ കാർ ഇപ്പൊ പോവും, കൈതാ. പപ്പിയുടെ കൈ പിടിച്ച് കാറിന്റെ ബാക്കിലേക്ക് പോയിട്ട് ഡിക്കി ഓപ്പൺ ചെയ്യാ. എന്നിട്ട് പപ്പീനെ ആദ്യം കയറ്റും. ശേഷം സത്യയും രണ്ടുപേരും കാറിന്റെ ഡിക്കിയിൽ കയറി ഇരുന്നിട്ട് പപ്പിക്ക് നല്ല പേടിയുണ്ട്. സത്യ അറിയും, ശ്യാമാന്റിയോട് പറയണ്ടേ? പപ്പി അറിയും, അതിനല്ലേ ഫോൺ ഇരിക്കുന്നത്, കാര്യങ്ങള് ഫോണില് വിളിച്ച് പറയാം നമുക്ക്. സത്യ അറിയും, ശരി. അപ്പോഴേക്കും ഹർഷൻ കാറിൽ കയറി ഡോർ ക്ലോസ് ചെയ്യാം. പമ്മയിരിക്കും പപ്പി എന്ന് പറഞ്ഞ് രണ്ടുപേരും തല താഴ്ത്തിയിരിക്കണേ. അങ്ങനെ കാറിൽ കയറുന്ന ഹർഷൻ ഇതൊന്നും കണ്ടിട്ടില്ല. കാർ എടുത്ത് അവിടുന്ന് പോകും. കുട്ടികൾ ഇങ്ങനെ തല താഴ്ത്തി വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കല്യാണത്തിനായിട്ട് വധുവിന്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കാണ് കാർത്തിക. കയ്യിലൊരു കൈച്ചേരും കിട്ടാ. ഇതെന്റെ അമ്മായിയമ്മ ഒത്തിരി സ്നേഹത്തോടെ തന്ന സ്നേഹ സമ്മാന. ഇതണിയുന്നതിലൂടെ ഞാൻ അവിടുത്തെ മരുമകളാകുന്ന. എന്തായാലും ഹർഷനെ ചതിച്ച സ്ഥിതിക്ക് വിഷ്ണുവേട്ടനെ എനിക്ക് സ്വന്തമാക്കാതിരിക്കാനാവില്ല. ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ സ്വന്തമാക്കാനുള്ള യോഗം എനിക്കാണെന്ന് തോന്നുന്നു. പക്ഷെ എവിടെയെങ്കിലും വെച്ച് കാണും ഞാൻ ഹർഷനെ. അന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം എനിക്ക്. നീ എന്നെ കൈ ഒഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ രാജകുമാരിയെ പോലെ കഴിയാൻ പറ്റിയതെന്ന്, സുഖലോലുപയായിട്ട് ജീവിക്കാൻ പറ്റിയതെന്ന്. നന്ദിയുണ്ടെന്ന് മുഖത്ത് നോക്കി തന്നെ പറയണം എനിക്ക് എന്ന് പറഞ്ഞ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ എടുക്കും. എന്നിട്ട് വിചാരിക്കും, മധുശ്രീ പറഞ്ഞതാണ് ശരി, വന്നു കയറിയ മഹാലക്ഷ്മി അല്ല ഇത്, എന്നെ വിളിച്ചു തന്ന മഹാഭാഗ്യാണിത്. ഇതിന്റെ നേരെ മുഖം തിരിച്ചാൽ എന്നോട് ദൈവം പോലും പൊറുക്കില്ല. ഇന്നു മുതൽ വിഷ്ണുവേട്ടന്റെ ഭാര്യയാണ് ഞാൻ, അല്ല സത്യഭാമയുടെ മരുമകളാണ് ഞാൻ. സത്യഭാമയ്ക്ക് ഏറെ ഇഷ്ടമുള്ള മരുമകൾ എന്നിങ്ങനെ വിചാരിച്ച് ആ ആഭരണങ്ങളിലൊക്കെ മതിമറന്ന് നിൽക്കുമ്പോഴായിരിക്കും കാർത്തികയുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നത്. അവരെ കാണുന്നതും കാർത്തിക ഒന്ന് ഞെട്ടും. അച്ഛാ എന്ന് വിളിക്കുമ്പോ രാജേന്ദ്രൻ പറയും, അപ്പൊ ആ വിളി നീ മറന്നിട്ടില്ല? ഈ കാണാത്ത കാഴ്ചകളൊക്കെ കാണുമ്പോ കണ്ടുമടുത്തതിനെ മനഃപൂർവ്വം മറക്കുന്ന രീതി ഇപ്പോഴത്തെ കുട്ടികളിലെ ഒരു ഫാഷൻ ആയതുകൊണ്ട് പറഞ്ഞതാ. എന്നിട്ട് ശൈലജയെ കാണിച്ചിട്ട് പറയും, ഇവളെ ഓർക്കുന്നുണ്ടോ? എന്റെ ഭാര്യ, പേര് ശൈലജ. കാർത്തികയ്ക്കും അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? രാജേന്ദ്രൻ പറയും, നീ ചെയ്ത കാര്യങ്ങളെ മായാതെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ, ഓർക്കുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക. ശൈലജ പറയും, ഇന്ന് മോളുടെ കല്യാണമാണെന്ന് അറിഞ്ഞു? കാർത്തിക പറയും, അതെ അമ്മേ, വിഷ്ണുവേട്ടനെ കൊണ്ട് ഇന്ന് എന്റെ കഴുത്തില് സത്യമ്മ താലി കെട്ടിക്കാൻ പോവാ. ശൈലജ ചോദിക്കും, അപ്പൊ ഹർഷൻ അവനെയല്ലേ നീ സ്നേഹിച്ചു എന്ന് പറഞ്ഞത്? അവനെ കെട്ടാൻ വേണ്ടിയാണല്ലോ ഞങ്ങൾ തീരുമാനിച്ച കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. സത്യസന്ധമായ പ്രണയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കടുത്ത തീരുമാനം മരണം. എന്നിട്ടിപ്പോ എന്തായി? ആ പ്രണയത്തിന്റെ കടുപ്പൊക്കെ തീർന്നോ? കാർത്തികാര്യം, അത് അന്ന് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. ഇന്നിപ്പോ എന്നെ തേടി വന്നിരിക്കുന്ന നല്ല കാലത്തെ തള്ളി പറയല്ല വേണ്ടത്, മക്കളുടെ നല്ല ഭാവി ഓർത്ത് ആശീർവദിക്കുകയാണ് ഒരു നല്ല അച്ഛനും അമ്മയും ചെയ്യേണ്ടത്. രാജേന്ദ്രൻ പറയും, ഞങ്ങളൊരു നല്ല അച്ഛനും അമ്മയല്ലെന്ന് നീ നേരത്തെ തന്നെ വിധി എഴുതിയതാണല്ലോ, അതുകൊണ്ടാണല്ലോ ഒരു നാടിന്റെ മുന്നിൽ അവിടുത്തെ നാട്ടുകാരുടെ മുന്നിലും വെച്ച് ഞങ്ങളെ പരിഹാസ പാത്രങ്ങളാക്കി നീ ഓടി രക്ഷപ്പെട്ടത്. കാർത്തിക പറയും, ഇന്ന് എന്റെ കല്യാണം, ഒരു പെൺകുട്ടി ഏറ്റവും സന്തോഷവതിയായിരിക്കേണ്ട ദിവസം, എന്നിട്ട് എന്നെ സങ്കടപ്പെടുത്താനാണോ നിങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കാർത്തികയുടെ അച്ഛൻ പറയും, നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇന്ന് തന്നെ ആയിരിക്കും, കാരണം സത്യാമ്മയുടെ സ്വത്തും ഈ ആഭരണങ്ങളെല്ലാം കണ്ട് നിന്റെ കണ്ണു മഞ്ഞളിച്ചിരിക്കല്ലേ. ഇനി ഹർഷൻ തിരിച്ചു വന്നാൽ നീ എന്ത് ചെയ്യും? ഈ കല്യാണം നടന്ന ആ ശാലിനി മേഡത്തിന്റെ അവസ്ഥയോ? മറ്റൊരാളുടെ ശാപം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനൊരു കല്യാണം നിനക്ക് വേണോ? അച്ഛാ അത് പിന്നെ എന്നിങ്ങനെ തുടങ്ങിയിട്ട് മനസ്സിൽ വിചാരിക്കും, ഹർഷൻ മറ്റൊരു വിവാഹം കഴിച്ചെന്ന് ഇവരെ എങ്ങനെയാ പറഞ്ഞു ബോധ്യപ്പെടുത്താ? ഞാനല്ല ഹർഷനെ ചതിച്ചതെന്നും ഹർഷനാണ് എന്നെ ചതിച്ചതെന്നും പറഞ്ഞ അച്ഛനും അമ്മയും വിശ്വസിക്കുവോ? വിഷ്ണുവേട്ടനെയും സത്യമ്മയുടെ സ്വത്തും കണ്ടിട്ട് ഞാൻ ഹർഷനെ തള്ളി പറയാണെന്ന് ഇവര് പറയൂ.
അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ ശൈലജ കാർത്തികയുടെ കൈ പിടിച്ചിട്ട് പറയും, മോളെ നീ നല്ല ജീവിതം ആഗ്രഹിച്ചത് ഹർഷന്റെ കൂടെയാ. പരസ്പരം ഇഷ്ടപ്പെടുന്നവര് തമ്മിലല്ലേ മോളെ വിവാഹം കഴിക്കേണ്ടത്. ഇവിടെ വിഷ്ണുവും എന്ന് പറയുമ്പോ തന്നെ കാർത്തിക അമ്മയുടെ കയ്യിൽ നിന്ന് ആ കൈയെടുത്ത് മാറ്റുക. അമ്മേ, ഞാനിത് എങ്ങനെയാ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുക? നിങ്ങൾ കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. ഹർഷൻ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ രാജേന്ദ്രൻ പറയും, നീ ഒന്നും പറയണ്ട, എനിക്ക് ഇനി ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, നീ വിവാഹത്തിന് പിന്മാറണം. കാർത്തിക അങ്ങനെ ഞെട്ടും. അപ്പോഴേക്കും ഇത് കേട്ട് ഭാമ വരികയാണെ, സാധ്യമല്ല എന്ന് പറഞ്ഞ അവരുടെ മുന്നിൽ എത്തിയിട്ട് പറയും, ഞാൻ കരുതിയത് അച്ഛനും അമ്മയും വന്നത് ചെറുക്കനെയും പെണ്ണിനെയും ആശീർവദിക്കാനാണെന്നാണല്ലോ, പക്ഷെ വിവാഹം മുടക്കാനാ വന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കേറില്ലായിരുന്നു. രാജേന്ദ്രൻ പറയും, ഞങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാ. ഭാമ പറയും, അത് കേൾക്കാൻ ഇവിടെ ആർക്കും നേരമില്ല രാജേന്ദ്ര. ഇന്ന് 12-നും 12:30 മധ്യ എന്റെ മകൻ വിഷ്ണുവിന്റെ വിവാഹമാണ്. വധു ഈ നിൽക്കുന്ന കാർത്തിക. ഈ കാര്യം സത്യഭാമയാ തീരുമാനിച്ചിരിക്കുന്നത്. തല പോയാലും ഞാനിത് നടത്തിയിരിക്കും. ഇനി വിവാഹം നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ആവലാതിയാണ് ഇതിന് പിന്നിലെങ്കിലേ ദാ ഈ സത്യഭാമ ഉറപ്പു തരിക. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിങ്ങളുടെ മകളെ ഒരാളും ഒന്നും ചെയ്യില്ല. അതിനെ ഞാൻ തന്നെയാ ഗ്യാരണ്ടി. അപ്പോ ശൈലജ പറയും, അല്ല സത്യമേ, ഞങ്ങള് പറയുന്നത് ഭാമ പറയാൻ അനുവദിക്കുന്നില്ല. മതി, വന്ന സ്ഥിതിക്ക് വിവാഹത്തിൽ പങ്കെടുക്കാം. സന്തോഷായി നടത്തുന്ന എല്ലാ ചടങ്ങിലും പങ്കെടുക്കാം. ഒടുവിൽ സദ്യയും കഴിച്ച് മകളെയും മരുമകനെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ച് മകളെ കെട്ടിച്ചയച്ച ചാരുതാർത്ഥ്യത്തോടെ തിരിച്ചു വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. അതല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന് രണ്ടുപേരും. അവർ ഞെട്ടലോടെ പരസ്പരം നോക്കും. ഭാമറിയും, തീരുമാനം നിങ്ങൾക്ക് വിട്ടിരിക്കുക. ഒരു മിണ്ടാതെ നിൽക്കുമ്പോ ഭാമയ്ക്കും എന്ത് തീരുമാനിച്ചു? രാജേന്ദ്രൻ പറയും, ഇനി ഞങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ലല്ലോ. ഭാമ പറയും, കല്യാണം കൂടുന്നുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് ചെല്ലാം. ദേ അവിടെ നിങ്ങൾ ആരും തടയില്ല. രാജേന്ദ്രൻ മോളെ എന്ന് വിളിക്കുമ്പോ കാർത്തിക മുഖം തിരിക്കുകയാണ്. അത് കാണുമ്പോ അവർക്ക് വിഷമാവും. വാ എന്ന് പറഞ്ഞ് ശൈലജയെ കൂട്ടി രാജേന്ദ്രൻ അവിടുന്ന് പോവാ. ഭാമ കാർത്തികയോട് പറയും, ചടങ്ങ് നടക്കുന്നത് വരെ എതിർപ്പുകൾ ഒരുപാടുണ്ടാകും. സത്യമേണ്ട് കൂടെ. ഈ കല്യാണം നടക്കേണ്ടത് നിങ്ങളെക്കാളും ഒക്കെ എനിക്കാണ് ആവശ്യം. ചിലരുടെ മുഖത്ത് നോക്കി ചിലതൊക്കെ പറയാനും പ്രവർത്തിക്കാനുള്ളതാ. ഇത് നടന്നേ വെക്കൂ എന്നിങ്ങനെ പറയുമ്പോ കാർത്തികയ്ക്ക് ഇപ്പൊ ഭയങ്കര സന്തോഷാവാണ്. ശേഷം ഹർഷന്റെ കാറില് കുട്ടികൾ ഇങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത്. ഹർഷനും അറിഞ്ഞിട്ടില്ല, എവിടെയും വണ്ടി നിർത്തിയിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് ശാലിനി ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ. ശ്യാമ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പെട്ടെന്ന് ആക്സിഡന്റ് ആയ ആ സംഭവം ഓർത്തുകൊണ്ട് ഞെട്ടലോടെ ശാലിനി പതിയെ കണ്ണു തുറക്കണേ. ഇത് കാണുമ്പോ തന്നെ കുഞ്ഞിച്ചി എന്ന് വിളിച്ച് ശ്യാമ വേഗം എഴുന്നേറ്റ് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലും. ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്. സിസ്റ്റർ വരുമ്പോ ശ്യാമ പറയും, ഉണർന്നു എന്ന് തോന്നുന്നു. അപ്പൊ സിസ്റ്റർ പറയും, ഇനി കുറച്ച് വേദനയ്ക്ക് ഉണ്ടാവും, ഉറക്കം കിട്ടാൻ പ്രയാസമാ എന്ന് പറഞ്ഞ് ആ നേഴ്സ് അവിടുന്ന് പോവുക. അപ്പൊ ശ്യാമ ശാലിനി ഒന്നുകൂടെ വിളിക്കും, കുഞ്ഞിച്ചി ഇത് ഞാനാ ശ്യാമ എന്ന് പറഞ്ഞിങ്ങനെ ശ്യാമ വീണ്ടും വിളിക്കുക. അപ്പോഴും ശാലിനി അപകടത്തിൽപ്പെട്ട് ബോധം പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് ഹർഷനെ കണ്ടതും ആക്സിഡന്റ് സംഭവിച്ചതും പിന്നെ ഹർഷൻ തന്നെ വന്ന് ശാലിനി ഇങ്ങനെ തട്ടി വിളിച്ചതും എഴുന്നേൽപ്പിച്ചതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതും ഒക്കെ ഇങ്ങനെ ശാലിനിക്ക് പതിയെ ചെറുതായിട്ട് ഇങ്ങനെ ഓർമ്മയുണ്ട്. ശാലിനി അങ്ങ് എഴുന്നേൽക്കും. ശ്യാമയ്ക്കും, കുഞ്ഞച്ചി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, അതോ വേദന എടുത്തിട്ടാണോ, പറ കുഞ്ഞച്ചി. സിസ്റ്ററും ചോദിക്കും, വേദനയുണ്ടോ? നല്ല വേദന ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറോട് സംസാരിക്കാം, ഒരു ഇഞ്ചക്ഷനും കൂടെ എടുപ്പിക്കാം. അപ്പൊ ശാലിനി വയ്ക്കും, അല്ലാതല്ല, എന്നെ ഇവിടെ ആരോ കൊണ്ടുവന്ന്? ആ സാറിന്റെ പേര് ഞങ്ങൾ രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. ശാലിനി പറയും, പ്ലീസ് ഒന്ന് ചെക്ക് ചെയ്യോ, ഹർഷനെന്നോ മറ്റോ ആണെന്ന് ഒന്ന് അറിയാമോ? അത് കേൾക്കുമ്പോ തന്നെ ശ്യാമൻ ഞെട്ടും. സിസ്റ്റർ പറയും, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ശാലിനി പറയും, സിസ്റ്റർ പ്ലീസ് ചെക്ക് ചെയ്യൂ പ്ലീസ്. വീണ്ടും പറയുമ്പോ, ശരി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ സിസ്റ്റർ ആയിരുന്നു പോവാ. ശ്യാമ ചോദിക്കും, എന്ത് എന്ന് പറഞ്ഞിങ്ങനെ ഞെട്ടുമ്പോ ശാലിനി പറയും, അത് ശ്യാമേ, എന്നെ ആക്സിഡന്റ് ആയ സ്ഥലത്തുനിന്ന് അയാളുടെ കാറിലേക്ക് എന്നെ കയറ്റുമ്പോ ഞാൻ അയാളുടെ മുഖം വ്യക്തമായിട്ട് കണ്ടതാണ്. അത് ഹർഷൻ തന്നെയാ, കാർത്തിക സ്നേഹിച്ചിരുന്ന ആള്. കാർത്തിക ഈ ഹർഷനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് ചാടി പോകുന്നത്. ശ്യാമ പറയും, അല്ല കുഞ്ഞേച്ചി, ഇനി കുഞ്ഞേച്ചിക്ക് തോന്നിയതോ മറ്റോ ആണെങ്കിലോ? ശാലിനി പറയും, ഹർഷനെ കാർത്തികയ്ക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടി 24 മണിക്കൂറും അയാളുടെ ഫോട്ടോ കൊണ്ട് ഓടുന്ന എനിക്ക് ഒറ്റ നോട്ടത്തിൽ അയാളെ തിരിച്ചറിയാൻ പറ്റും. അപ്പോ ശ്യാമയും അതേ കേട്ടിങ്ങനെ ഷോക്കായി നിൽക്കുക. അപ്പോഴേക്കും ആ സിസ്റ്റർ അങ്ങോട്ട് വരും. ശരിയാ, നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ കൊണ്ടുവന്ന ആളുടെ പേര് ഹർഷൻ എന്നാ. ശാലിനിക്കും, എന്നിട്ട് അയാൾ ഇപ്പൊ പുറത്തുണ്ടോ? ഒന്ന് അയാളെ വിളിക്കോ? സിസ്റ്റർ പറയും, അല്പം മുമ്പ് അയാൾ ഇവിടുന്ന് പോയി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലേ പോകുന്നു പറഞ്ഞ അയാളെ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം എന്ന് നോക്കുമ്പോ ശാലിനി സങ്കടത്തോടെ ഇല്ലെന്ന് തലയാട്ടും. അങ്ങനെ സിസ്റ്റർ അവിടുന്ന് പോകും. ശാലിനി സങ്കടത്തിൽ പറയും, ഈശ്വരൻ കൈവെള്ളിലേക്ക് കൊണ്ടു തന്നതല്ലേ ഈ ഓട്ടം എല്ലാം ഓടിയത് എന്തിനാ ശ്യാമേ? ഹർഷനെ കാർത്തികയ്ക്ക് മുന്നിൽ എത്തിക്കാൻ. എന്നിട്ട് എനിക്ക് എത്തിക്കാൻ പറ്റിയോ? ഭാഗ്യമില്ലാത്തവളാ ഞാൻ. വിഷ്ണുവേട്ടനെ നഷ്ടപ്പെടുത്തുന്നത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. ഹർഷൻ തൊട്ടു മുന്നിൽ വന്നിട്ടു അയാളോട് സംസാരിക്കാൻ വിധി എന്നെ അനുവദിച്ചോ? ശ്യാമേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ശ്യാമ പറയും, കുഞ്ഞിച്ച് സമാധാനായിട്ടിരിക്കേ, ഇങ്ങനെ ആയിപ്പോയത് നമ്മളുടെ ആരുടെയും കുറ്റം കൊണ്ടല്ലോ. ശാലിനി പറയും, അതാ പറഞ്ഞത് വിധി എന്ന്. ഞാൻ വിഷ്ണുവേട്ടനിലേക്ക് എത്രത്തോളം അടുക്കാൻ ശ്രമിക്കുന്നു അത്രയും വേഗത്തില് വിഷ്ണുവേട്ടനിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുക വിധി. ഈ വിധി തടുക്കാനാവില്ല. ഇപ്പോ സമയം എത്രയായി? അപ്പൊ ശ്യാമയുടെ കയ്യിൽ ഫോണില്ലല്ലോ, ശാലിനിയുടെ ഫോണുള്ളത്.
അത് നോക്കിയിട്ട് പറയും 11 മണി. 12നും 12:30 ഇടയിലല്ലേ വിവാഹ മുഹൂർത്തം? ശ്യാമ അതേന്ന് പറയുമ്പോ ശാലിനി പറയും പിന്നെ ഞാൻ എങ്ങനെയാ സമാധാനപ്പെടുക? 1 മണിക്കൂറിനുള്ളിൽ എന്റെയും വിഷ്ണുവേട്ടന്റെ ഇടയിലേക്ക് മറ്റൊരാൾ കടന്നു വരും, കാർത്തിക. പിന്നെ സ്വാഭാവികമായും എന്റെ സ്ഥാനം അവൾക്ക്. അത് അകന്നകന്ന് വിഷ്ണുവേട്ടന്റെ മനസ്സും കഴിഞ്ഞ് വിഷ്ണുവേട്ടന്റെ ചിന്തയിൽ പോലും ഇല്ലാതാകും. ശ്യാമയ്ക്കും കുഞ്ഞേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? വിഷ്ണുവേട്ടന്റെ മനസ്സിന്ന് അങ്ങനെ എളുപ്പം മാറ്റാൻ പറ്റുന്നതാണോ കുഞ്ഞേച്ചിയോടുള്ള സ്നേഹം? ആ ഇഷ്ടം അതൊരു കാർത്തിക വന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇല്ലാണ്ടാവുന്നതാണോ? ശാലിനി പറയും നീ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണെന്ന് അറിയാം. കാർത്തികയ്ക്ക് തങ്ങാനൊരിടം ആ ഒരു കാര്യവും പറഞ്ഞ് ആ ഒരു വ്യാജനയാ അവൾ അങ്ങോട്ട് വരുന്നത്. ഇന്നിപ്പോ അവള് ആ വീട്ടിലെ മരുമകളുടെ സ്ഥാനത്തായി ഇപ്പൊ നിൽക്കുന്നത്. വിഷ്ണുവേട്ടന്റെ മനസ്സിൽ അവളില്ലെങ്കിലും സത്യാമ്മയുടെ മനസ്സിൽ അവളുണ്ട്. സത്യാമ്മയിലൂടെ വിഷ്ണുവേട്ടന്റെ മനസ്സ് കീഴടക്കാൻ തന്ത്രശാലിയായ കാർത്തികയ്ക്ക് അതിന് കഴിയില്ലെന്ന് നമുക്കറിയാം. പക്ഷേ അത് അവൾക്കറിയില്ല. കാരണം അവളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്റെ വിഷ്ണുവേട്ടൻ മാത്രമാ. എല്ലാം അവസാനിപ്പിക്കേണ്ടി വരിക. ഇനിയിപ്പോ എന്താ ചെയ്യാ? കുഞ്ഞേച്ചി, ശാലിനി പറയും എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ആകെ തളർന്ന് ക്ഷീണിച്ചിട്ടാ ഇപ്പോ ശാലിനി ഇരിക്കുന്നത്. വല്ലാത്ത സങ്കടത്തില്. ഹർഷനാണെങ്കിൽ വണ്ടി നിർത്തുന്നില്ല അവിടെ. കുട്ടികൾ ഇങ്ങനെ ഇടയ്ക്ക് നോക്കും. അതെ, നമ്മളിപ്പോ ഇത് എവിടേക്കാ പോകുന്നത്? പപ്പി പറയും ഹർഷനങ്കിൾ പോകുന്ന സ്ഥലത്തേക്ക് നമ്മളും പോകുന്നു. കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഹർഷനങ്കിളിനെയും കൂട്ടി കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്നു. കാർത്തികേന്റെയെ കൂട്ടിക്കൊണ്ടുപോകാൻ പറയുന്നു. അങ്ങനെ കല്യാണം മുടങ്ങുന്നു. സത്യ പറയും നമ്മള് വിഷ്ണു അച്ഛനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പപ്പി പറയും ഹോ, പറഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ എളുപ്പമായി അല്ലെ സത്യെ? സത്യ പറയും ഉവ്വേ, എന്തായാലും അമ്മ ഇപ്പോ മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടാകും. ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക് നമ്മള് ഹർഷനങ്കിളുടെ പിന്നാലെ തന്നെ ഉണ്ടെന്ന്. പാപ്പി പറയും പിന്നാലെ അല്ല, പിന്നിൽ തന്നെ ഉണ്ടെന്ന് പറയാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത്, അതായത് ശ്യാമയുടെ ഫോൺ ഉണ്ടല്ലോ, ആ ഫോൺ എടുത്ത് ശാലിനിയെ വിളിക്കുക. ഇതേ സമയം ഹോസ്പിറ്റലില് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് ശ്യാമയും ശാലിനിയും. എന്റെ കൃഷ്ണ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ശാലിനി പറയും ദാ ഇനിയുള്ളത് 55 മിനിറ്റാ. ഇതിനുള്ളിൽ ഹർഷനെ കണ്ടെത്തി സത്യാമ്മയ്ക്ക് മുന്നിൽ എത്തിക്കണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. മിറാക്കിൾ അതിനൊട്ടും സാധ്യതയില്ലാത്തതുകൊണ്ട് കണ്ണടച്ച് കിടക്കാം, എന്നിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പൊ കിട്ടിയ ഈ ആക്സിഡന്റ് വേസ്റ്റ് ആയി പോയെന്നും ഇതിനേക്കാളും ശക്തമായ ഒരു അപകടം ഉണ്ടാക്കണമെന്നും ഭഗവാനല്ലേ എന്തും നടത്തിത്തരും. ശ്യാമ പറയും ആ ഒരു വിശ്വാസത്തിലാ ഞാനും പറയുന്നത്. എന്തും നടത്തിത്തരും, അതുപോലെ ഇതും നടത്തിത്തരും. ഒരു വഴി അത് അദ്ദേഹം തുറന്നു തരും. അപ്പോഴായിരിക്കും ശാലിനിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. നോക്കിട്ട് പറയും നിന്റെ ഫോണിൽ നിന്നാണല്ലോ എനിക്ക് കോൾ വരുന്നത്. ആ എന്റെ ഫോണ് പപ്പിമോളുടെ അടുത്താ. അങ്ങനെ ശാലിനി ആ കോൾ എടുക്ക. ഹലോ പപ്പിമോളെ. ആ സത്യയുടെ അമ്മേ, ഞങ്ങളിപ്പോ ആരുടെ കാറിലാ പൊക്കോണ്ടിരിക്കുന്നെന്ന് അറിയാമോ? ശാലിനിക്കും കാറിലോ? അത് കേൾക്കുമ്പോ ശ്യാമ ഞെട്ടും. കാറിലോ? ശാലിനി പറയും ആ അവരൊരു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. കുഞ്ഞിച്ചി, അതിന് ഞാൻ അവരെ പുറത്തിരുത്തിയിട്ടാണല്ലോ വന്നത്. ശാലിനിക്കും മക്കളെ നിങ്ങൾ ആരുടെ കാറിലാ? അപ്പൊ പപ്പി ഇങ്ങനെ ചിരിക്കും. സത്യ പറയും ആ ഫോണിങ്ങതാ എന്ന് പറഞ്ഞത് വാങ്ങിച്ച് ശാലിനിയോട് പറയും അമ്മേ, കാർത്തികാന്റിയെ കല്യാണം കഴിക്കാനിരുന്ന അങ്കിളില്ലേ, ആ അങ്കിളിനെ ഹോസ്പിറ്റലിന്റെ വാതിൽക്കൽ വെച്ച് ഞങ്ങൾ കണ്ടു. ശാലിനി അങ്ങ് ഞെട്ടും. ഹർഷനെയോ? സത്യ പറയും ആ അതെ അതെ, ഹർഷൻ അങ്കിളിനെ തന്നെ. ശാലിനി ഇങ്ങനെ ഞെട്ടി തരിച്ചു നിൽക്ക. പപ്പി പറയും ഫോണിങ് തന്നെ എന്ന് പറഞ്ഞ് ആ ഫോൺ വാങ്ങിച്ച് പപ്പി പറയാണ് സത്യടമ്മേ, വിഷ്ണു അച്ഛന്റെയും കാർത്തികാന്റിയുടെയും കല്യാണം മുടക്കാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാ പോരെ? ഞങ്ങൾ പറഞ്ഞു കൊണ്ടുവരാം. ശാലിനിക്കും എന്തൊക്കെയാ മക്കളെ നിങ്ങൾ ഈ കാണിക്കുന്നത്? പപ്പി പറയും കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടല്ലേ? സത്യടമ്മ ഇങ്ങനെ കിടക്കുമ്പോ ഞങ്ങളല്ലാതെ ആരാ ഇത് ചെയ്യാ? ശാലിനി പറയും ആ മക്കളെ പെട്ടെന്ന് ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഇങ്ങോട്ട് താ, ചേച്ചിയമ്മ വന്നോളാം. പപ്പി പറയും ശരി സത്യയുടെ അമ്മേ, ദാ ഇപ്പൊ ഇടാം എന്ന് പറഞ്ഞ കോള് കട്ട് ചെയ്യാം. അങ്ങനെ ശാലിനി ഫോണില് ലൊക്കേഷനായിട്ട് വെയിറ്റ് ചെയ്യാ. ശ്യാമയ്ക്കും കുഞ്ഞേച്ചി എന്താ കാര്യം? അല്ല കുഞ്ഞേച്ചി, അവരാരുടെ കൂടെ കാറിൽ പോകുന്നു എന്നാ പറഞ്ഞത്? ശാലിനി പറയും മോളെ, നീ പറഞ്ഞതുപോലെ കൃഷ്ണ ഭഗവാൻ കാത്തു, കുട്ടികള് ഹർഷനോടൊപ്പം കാറിലുണ്ട് എന്ന് പറഞ്ഞ കാര്യം പറയാ. അപ്പോഴേക്കും പപ്പി ലൊക്കേഷൻ അയച്ചു കൊടുക്ക. സത്യയെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, സത്യയുടെ അമ്മ ഇപ്പൊ വരും. ശാലിനി അങ്ങനെ അത് കാണുമ്പോ ശ്യാമയോട് പറയും കല്യാണം മുടക്കാൻ എന്നെക്കാളും മുന്നേ എന്റെ മക്കളാ, അല്ല നമ്മുടെ മക്കളെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞിടന്ന് പോകാൻ തുടങ്ങുമ്പോ ശ്യാമയ്ക്കും കുഞ്ഞിച്ചി ഇതെവിടെ പോവാ? ശാലിനി പറയും നീ വീട്ടിലേക്ക് ചെല്ലേ, ഞാൻ കുട്ടികളെയും ഹർഷനെയും കൂട്ടി കല്യാണ മണ്ഡപത്തിലേക്ക് വരാം. 40 മിനിറ്റ് ഈശ്വരന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ ഇത് 400 മണിക്കൂറിന്റെ ഫലം ചെയ്യും. ഹർഷനെയും കൊണ്ട് ഞാൻ വന്നിരിക്കും, നീ വാ എന്ന് പറഞ്ഞ് ശാലിനി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാ. കുട്ടികള് ഹർഷന്റെ കൂടെ ഹർഷനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് കാറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്